ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൈഡ് ഫോർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററായ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. നമ്മൾ പാർട്ട് 1 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൺസെപ്റ്റ്സ് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഉള്ള ടോപ്പിക് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പറാണ്. അപ്പോൾ എന്താണ് ഈ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ എന്നൊക്കെ നോക്കാം. അറ്റോമിക് നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിളാണ് Z. മാസ് നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് A. Atomic number is the number of electron or the number of proton present in an element. ഒരു എലമെൻറ്റിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണത്തിനെയാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുക. സോഡിയം എക്സാമ്പിൾ എടുക്കാം. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 11 ആണ്. അപ്പോൾ 11 പ്രോട്ടോൺസും 11 ഇലക്ട്രോൺസും അതിലുണ്ട്. ഇനി അടുത്ത് മാസ് നമ്പർ. മാസ് നമ്പർ ഇസ് എ സം ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണത്തിൻ്റെ സമ്മാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. സോഡിയം തന്നെ എടുക്കുക, മാസ് നമ്പർ 23 ആണ്. എങ്ങനെയാണ് കിട്ടിയത്? പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും എണ്ണത്തിൻ്റെ സം 23 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടാൻ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് പ്രോട്ടോൺസ് നമുക്കറിയാം അല്ലേ, 11 ആണ് അറ്റോമിക് നമ്പർ. അപ്പോൾ 23 - 11 ചെയ്താൽ നമ്പർ ഓഫ് ന്യൂട്രോൺ കിട്ടും, അതാണ് 12. ഇനി ഒരു എലമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിൻ്റെ സിമ്പിളാണ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബിഗ് ലെറ്റർ എക്സ്. ഓക്കെ, അറ്റോമിക് നമ്പർ Z എന്ന് എഴുതും. അത് എപ്പോഴും ബോട്ടം ലെഫ്റ്റ് സൈഡിലാണ് എഴുതുക. ബോട്ടം ലെഫ്റ്റ് സൈഡിൽ, ഇവിടെ കണ്ടു, താഴെ ലെഫ്റ്റിലാണ് എഴുതുക. മാസ് നമ്പർ എന്ന് പറയുന്നത് A കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ടോപ്പ് ലെഫ്റ്റ് സൈഡിലാണ് എഴുതുക, മുകളിൽ ലെഫ്റ്റ് സൈഡിലാണ്, എല്ലാം ലെഫ്റ്റ് സൈഡിലാണ് എഴുതുക. മാസ് നമ്പർ ആകുമ്പോൾ A ഉള്ളത് മേലെ എഴുതും, അറ്റോമിക് നമ്പർ ആയിരുന്നത് Z, അത് താഴെ എഴുതും. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ക്ലോറിൻ്റെ കേസ് നോക്കൂ. മാസ് നമ്പർ 35 ആണ്, മേലെ എഴുതി ലെഫ്റ്റിലാണ്. അറ്റോമിക് നമ്പർ 17 ആണ്, താഴെ എഴുതി ലെഫ്റ്റിലാണ്. സോഡിയം 23, മേലെയാണ് മാസ് നമ്പർ, താഴെയാണ് അതിൻ്റെ അറ്റോമിക് നമ്പറായ 11. ഇനി അടുത്ത ടോപ്പിക്ക് ഐസോടോപ്സ്, ഐസോബാർ ആൻഡ് ഐസോട്ടോൺ. എന്താണ് ഈ 3 വേർഡ്സ് ഡിനോട്ട് ചെയ്യണത് നോക്കാം. ആദ്യം ഐസോടോപ്പ്. ആറ്റംസ് ഓഫ് സെയിം എലമെൻറ്റ് ഹാവിങ് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ. ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ സെയിം എലമെൻ്റ് ഉള്ള ആറ്റംസ് ആണ്, പക്ഷേ സെയിം നമ്പർ അറ്റോമിക് നമ്പർ ആയിരിക്കും, പക്ഷേ ഡിഫറെൻറ്റ് മാസ് നമ്പർ ആയിരിക്കും. അപ്പോൾ സെയിം എലമെൻ്റ് ആണ്, സെയിം അറ്റോമിക് നമ്പർ ആണ്, മാസ് നമ്പർ ഡിഫറെൻ്റ് ആണ്. എന്താണ് എക്സാമ്പിൾ? H11 H21. ഇതിൽ രണ്ടിലും അറ്റോമിക് നമ്പർ 1 ആണ്. ഹൈഡ്രജൻ ആണ് എലമെൻറ്റ്, അതൊക്കെ സെയിമാണ്. പക്ഷേ മാസ് നോക്കൂ, മാസ് നമ്പർ നോക്കുമ്പോൾ ഒരെണ്ണത്തിന് 2ഉം ഒരെണ്ണത്തിന് 1ഉം, അപ്പോൾ ഡിഫറെൻ്റ് അല്ലേ? ഇങ്ങനത്തെ തന്നെയാണ് ഐസോട്ടോപ്പ് എന്ന് പറയുക. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ എടുക്കുക. D12 H13. ഇത് ഡ്യൂറ്റീരിയാണ്, ഹൈഡ്രജൻ്റെ വേറൊരു ഐസോട്ടോപ്പാണ്. അപ്പോൾ എലമെൻറ്റ് ഇവിടെ സെയിം ആണ്, സെയിം എലമെൻ്റ് ആട്ടോ, ഹൈഡ്രജൻ്റെ ആൾക്കാർ തന്നെയാണ്. പക്ഷേ മാസ് നമ്പർ ഡിഫറെൻ്റ് ആണ്, അറ്റോമിക് നമ്പർ സെയിം ആണ്. ഇനി ഐസോബാർ. ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഹാവിങ് ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ ബട്ട് സെയിം മാസ് നമ്പർ. ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആയിരിക്കും, ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ ആയിരിക്കും, പക്ഷേ മാസ് നമ്പർ സെയിം ആയിരിക്കും. ആർഗൺ, പൊട്ടാഷ്യം, കാൽഷ്യം ഇവരാണ് എക്സാമ്പിൾ. ഇവരെല്ലാത്തിനും മാസ് നമ്പർ 40. പക്ഷേ എല്ലാത്തിൻ്റെ അറ്റോമിക് നമ്പർ സെയിം ആണോ? അല്ല, ഡിഫറെൻ്റ് ആണ്. 18ഉം 19ഉം 20 ആണ്. പിന്നെ എലമെൻറ്റ്സും ഡിഫറെൻ്റ് ആണ്, അതാണ് ഐസോബാർ പറയുന്നത്. ഇനി ഐസോട്ടോൺ. സ്പീഷീസ് വിച്ച് കണ്ടെയ്ൻ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് സെയിം ആയിട്ടുള്ള സ്പീഷീസിനെയാണ് ഐസോട്ടോൺ എന്ന് വിളിക്കാം. കാർബൺ, നൈട്രജൻ, ഓക്സിജൻ എക്സാമ്പിൾ എടുക്കാം. കാർബൺ 14 6. ഇത് വേറൊരു കാർബണിൻ്റെ ഐസോട്ടോപ്പാണ്. അപ്പോൾ 14 6, നൈട്രജൻ 15 7, ഓക്സിജൻ 16 8 അങ്ങനെ എടുത്തു എന്ന് വിചാരിക്കും. അപ്പോൾ ഇതിലെല്ലാത്തിലും നോക്കുമ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? മാസ് നമ്പർ മൈനസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ. നമുക്ക് എന്ത് കിട്ടി? ഓരോന്നിലും 8 കിട്ടി. 14 - 6 ആയാലും 15 - 7 ആയാലും 16 - 8 ആയാലും നമ്പർ ഓഫ് ന്യൂട്രോൺസ് 8 തന്നെ. അങ്ങനത്തെ തന്നെയാണ് ഐസോട്ടോൺ എന്ന് പറയുക. ഓക്കെ, ഇനി അടുത്തത് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് നോക്കാം. ഫസ്റ്റ് postulate, radiant energy is emitted or absorbed not continuously but discontinuously in the form of small packets of energy called quanta. അപ്പോൾ റേഡിയൻ്റ് എനർജി എമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യണത് കണ്ടിന്യൂസ് ആയിട്ടല്ല, പക്ഷേ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ്. എന്തിൻ്റെ രൂപത്തിലാണ്? ചെറിയ ചെറിയ എനർജി പാക്കറ്റ്സിൻ്റെ രൂപത്തിലാണ് അവർ ഡിസ്കണ്ടിന്യൂസ്ലി അബ്സോർബ് അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുക. അതിനെയാണ് ക്വാണ്ട എന്ന് വിളിക്കുക. ഈ സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജീനെയാണ് ക്വാണ്ട എന്ന് വിളിക്കുക. ഇൻ കേസ് ഓഫ് ലൈറ്റ്, ദീസ് ക്വാണ്ടം ഓഫ് എനർജി ഈസ് നോൺ ആസ് ഫോട്ടോൺ. ലൈറ്റിൻ്റെ കേസിലാണെങ്കിൽ ഈ ക്വാണ്ടം ഓഫ് എനർജീനെ ഫോട്ടോൺ എന്ന് വിളിക്കും. രണ്ടാമത്തെ പോയിന്റ്, എനർജി ഇസ് അസോസിയേറ്റഡ് വിത്ത് ക്വാണ്ടം ഓഫ് റേഡിയേഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ. ക്വാണ്ടം ഓഫ് റേഡിയേഷൻ്റെ എനർജി എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മ്യൂ. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ഇ ഈസ് ഈക്വൽ ടു h μ.
ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ നമ്മൾ മാറ്റുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ടുവരും. ഇവിടെ ആ കോൺസ്റ്റൻ്റ് ആണ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറി ആയ കാരണം പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, വാല്യൂ എന്താ 6.626 × 10⁻34 ജൂൾ സെക്കൻഡ്, അല്ലെങ്കിൽ 6.626 × 10⁻34 കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് (1). ഇനി മൂന്നാമത്തെ പോയിന്റ് ആണ്, പോസ്റ്റുലേറ്റ് ആണ്. എനർജി ക്യാൻ ബി എമിറ്റഡ് ഓർ അബ്സോർബ്ഡ് ഓൺലി ഇൻ ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് ക്വാണ്ട. ക്വാണ്ടയുടെ ഒരു ഹോൾ നമ്പർ മൾട്ടിപ്പിളിന് മാത്രമേ എനർജി എമിറ്റ് ചെയ്യാൻ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈസ് ഈക്വൽ ടു Nhν എന്നാണ് കാണിക്കുന്നത്. n എന്ന് പറഞ്ഞാൽ 1 ആവാം, 2 ആവാം, 3 ആവാം, എന്ത് വേണമെങ്കിലും. ഓക്കെ, ഇനി അടുത്തത് ഡീമെറിറ്റ്സ് ഓഫ് റുദർഫോർഡ്സ് ആറ്റം മോഡൽ. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. മാർച്ച് 2011, മാർച്ച് 2015, ജൂലൈ 2019, മാർച്ച് 2014 റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് റുദർഫോർഡിൻ്റെ ആറ്റം മോഡലിൻ്റെ ഡീമെറിറ്റ്. ഇത് നമ്മൾ ഇപ്പോഴാണ് ഡിസ്കസ് ചെയ്യണേ, മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നില്ല. കാരണം നമ്മൾ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റുദർഫോർഡിൻ്റെ ആറ്റം മോഡലിൻ്റെ ഡീമെറിറ്റ്സ് പറയാൻ പറ്റുള്ളൂ. ഹി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആൻ ആറ്റം. അതാണ് ആളുടെ ഫസ്റ്റ് ഡീമെറിറ്റ്. റുദർഫോർഡിൻ്റെ ഫസ്റ്റ് ഡീമെറിറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റീനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ആറ്റം എന്തുകൊണ്ടാണ് സ്റ്റേബിൾ ആവണേന്ന് ആൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. കാരണങ്ങൾ പറയുകയാണ്. ഇതെന്തായാലും ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. According to Rutherford, an atom consists of positively charged nucleus and the electrons are revolving around it. റുദർഫോർഡിൻ്റെ ഒരു ധാരണ പ്രകാരം ആറ്റത്തിൽ പോസിറ്റീവ്ലി ചാർജ് ന്യൂക്ലിയസ് ഉണ്ട്, ഇലക്ട്രോൺസ് അതിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷേ according to Maxwell, any charged particle such as an electron moving around the nucleus would radiate energy continuously in the form of electromagnetic radiation. മാക്സ്വെല്ലിൻ്റെ കാഴ്ചപ്രകാരം ഏതൊരു ചാർജ് പാർട്ടിക്കിളായിട്ടുള്ള ഇലക്ട്രോൺ പോലെയുള്ള ചാർജ് പാർട്ടിക്കിളായാലും ന്യൂക്ലിയസിന് ചുറ്റും മൂവ് ചെയ്യും അല്ലേ. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതൊരു എനർജി റേഡിയേറ്റ് ചെയ്യും. അത് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എനർജി റേഡിയേറ്റ് ചെയ്യും. ആ റേഡിയേറ്റ് ചെയ്യണത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഫോമിലാണ്. ആസ് എ റിസൾട്ട് എനർജി ഓഫ് ഇലക്ട്രോൺ ഡിക്രീസസ് ആൻഡ് ഇറ്റ് വിൽ മൂവ് ക്ലോസർ ആൻഡ് ക്ലോസർ ടുവേർഡ്സ് ന്യൂക്ലിയസ് until it fall into it. But we know that this does not happen and atom is stable. അങ്ങനെ അത് എനർജി റേഡിയേറ്റ് ചെയ്ത് അതിൻ്റെ എനർജി കുറയും. ഇലക്ട്രോണിൻ്റെ എനർജി കുറഞ്ഞ് അത് ന്യൂക്ലിയസിൻ്റെ അടുത്തടുത്ത് വന്ന് ലാസ്റ്റ് ന്യൂക്ലിയസിലേക്ക് വീഴും. പക്ഷേ ഇതൊരിക്കലും നടക്കുന്ന കാര്യമല്ല അല്ലേ. ഒരു ആറ്റം സ്റ്റേബിൾ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതാണ് മാക്സ്വെൽ പറഞ്ഞത്, അതാണ് റുദർഫോർഡിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാഞ്ഞതും. അതാണ് ഫസ്റ്റത്തെ ഡീമെറിറ്റ്. ഇതെന്തായാലും പഠിച്ചു വെക്കണം, ഇത്രയും എക്സ്പ്ലനേഷൻ എന്തായാലും എഴുതണം. ഓക്കെ, സാധാരണ റുദർഫോർഡ്സ് ആറ്റം മോഡലിൻ്റെ ഡീമെറിറ്റ്സ് രണ്ടെണ്ണം ചോദിക്കുക. രണ്ടാമത്തെ പോയിന്റ് ഉണ്ട്, ഞാൻ പറയാം. അതിന് മുമ്പ് ഇത് എങ്ങനെയാണ് ഒരു എക്സാമിന് എഴുതേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഫസ്റ്റ് പോയിന്റ് എഴുതുമ്പോൾ ഇത്രയും എഴുതണം, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഹി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ വൈ അറ്റോമിക് സ്പെക്ട്രം ഇസ് ലൈൻ സ്പെക്ട്രം. ലൈൻ സ്പെക്ട്രം എന്ന് പറയുന്നത് ഹൈഡ്രജൻ സ്പെക്ട്രം. അപ്പോൾ എന്തുകൊണ്ടാണ് അറ്റോമിക് സ്പെക്ട്രം ലൈൻ സ്പെക്ട്രം ആണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാഞ്ഞത്. അതാണ് ആളുടെ രണ്ടാമത്തെ ഡീമെറിറ്റ്. ഇനിയാണ് നമ്മുടെ ബോർ ആറ്റം മോഡൽ വരുന്നത്. ഇതെല്ലാം മറികടന്നിട്ടാണ് ബോർ ആറ്റം മോഡൽ വരുന്നത് കേട്ടോ. മാർച്ച് 2018, സെപ്റ്റംബർ 2016, മാർച്ച് 2013, മാർച്ച് 2010 ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ എന്താ പോസ്റ്റുലേറ്റ്സ് നോക്കാം. ഫസ്റ്റത്തെ പോയിന്റ്, ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഓൺലി ഇൻ സർട്ടൻ സെലക്റ്റഡ് സർക്കുലർ പാത്ത് കോൾഡ് ഓർബിറ്റ്. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ചില സെലക്റ്റഡ് ആയിട്ടുള്ള സർക്കുലർ പാത്തിൽ മാത്രമേ റിവോൾവ് ചെയ്യുള്ളൂ ന്യൂക്ലിയസിന് ചുറ്റും. അതിനാണ് ഓർബിറ്റ് എന്ന് വിളിക്കുക. ആ സെലക്റ്റഡ് ആയിട്ടുള്ള സർക്കുലർ പാത്തിനെയാണ് ഓർബിറ്റ് എന്ന് വിളിക്കുക. ദീസ് ഓർബിറ്റ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി. ഈ ഓർബിറ്റിനൊരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി ഉണ്ട്, അത് ഫിക്സ്ഡ് എനർജിയാണ്. ഹെൻസ് ദീസ് ഓർബിറ്റ്സ് ആർ കോൾഡ് എനർജി ലെവൽസ് ഓർ എനർജി ഷെൽസ്. ദീസ് ആർ ദി മെയിൻ ഷെൽസ് റെപ്രസെൻറ്റഡ് ആസ് KLMN. അപ്പോൾ ഈ ഓർബിറ്റ്സിനെ എനർജി ലെവൽ അല്ലെങ്കിൽ എനർജി ഷെൽ എന്ന് വിളിക്കും. ഇവർ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് KLMN എന്നുള്ള ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ഓക്കെ, സെക്കൻഡ് പോസ്റ്റുലേറ്റ് എന്താണെന്ന് വെച്ചാൽ ആസ് ലോങ് ആസ് ദി ഇലക്ട്രോൺ റിമെയിൻ ഇൻ വൺ പെർട്ടിക്കുലർ ഓർബിറ്റ് ഇറ്റ് ഡസ് നോട്ട് ലൂസ് ഓർ ഗെയിൻ എനർജി. ഒരു ഇലക്ട്രോൺ ഒരു പെർട്ടിക്കുലർ ഓർബിറ്റിൽ തന്നെ ഇരിക്കുന്ന കാരണം അതിൻ്റെ എനർജി പോവുകയോ ഗെയിൻ ചെയ്യുകയോ ഉണ്ടാവില്ല, അങ്ങനെയൊന്നും നടക്കില്ല. സോ എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ എ പെർട്ടിക്കുലർ ഓർബിറ്റ് ഇസ് കോൺസ്റ്റൻറ്റ് ദോ ഫോർ ദീസ് ഓർബിറ്റ്സ് ആർ നോൺ എ സ്റ്റേഷനറി സ്റ്റേറ്റ്. അപ്പോൾ അങ്ങനെ ഒരു ഇലക്ട്രോണിൻ്റെ എനർജി ഒരു പെർട്ടിക്കുലർ ഓർബിറ്റിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കാരണം ആ ഓർബിറ്റ്സിനെ സ്റ്റേഷനറി സ്റ്റേറ്റ് എന്നാണ് വിളിക്കുക. ഓക്കെ, അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഓൺലി ദോസ് ഓർബിറ്റ്സ് ആർ അലൗഡ് ഇൻ വിച്ച് ദ ആംഗുലർ മൊമെൻറ്റം ഓഫ് ദി ഇലക്ട്രോൺ MVR ഇസ് എ ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് h/2π. ചില ഓർബിറ്റ്സ് മാത്രമേ അലൗ ചെയ്യുള്ളൂ. ഏത് ഓർബിറ്റ്സ് ആണ്? ആംഗുലർ മൊമെൻറ്റം, ഇലക്ട്രോണിൻ്റെ ആംഗുലർ മൊമെൻറ്റം h/2πൻ്റെ ഒരു ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓർബിറ്റ്സ് മാത്രമേ അലൗ ചെയ്യുള്ളൂ. MVR is equal to NH/2π. n എന്ന് പറയുന്നത് 1 ആവാം, 2 ആവാം, 3 ആവാം. ഓക്കെ, ഈ തേർഡ് പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇനി നിങ്ങൾ
ഓരോന്നും നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഓരോ പോസ്റ്റുലേറ്റ്സും കണക്റ്റഡ് ആണെന്ന് മനസ്സിലാവും അല്ലേ. അപ്പോൾ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് പഠിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സെക്കൻഡ് പോസ്റ്റുലേറ്റ് അതായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ഇനി ഫോർത്ത് പോസ്റ്റുലേറ്റ് നോക്കാം. എനർജി ഈസ് അബ്സോർബ്ഡ് ഓർ ഇമിറ്റഡ് ഓൺലി വെൻ എൻ ഇലക്ട്രോൺ ജംപ് ഫ്രം വൺ ലെവൽ ടു അനദർ ലെവൽ. എനർജീനെ അബ്സോർബ് അല്ലെങ്കിൽ എമിറ്റ് ചെയ്യാൻ എപ്പോഴാണ് പറ്റുക? ഒരു ലെവലിൽ നിന്ന് വേറൊരു ലെവലിലേക്ക് ഇലക്ട്രോൺ ചാടുമ്പോഴാണ് എനർജി അബ്സോർബ്ഡ് അല്ലെങ്കിൽ എമിറ്റഡ് ആവണേ. When an electron jumps from lower to higher level, energy is absorbed, and when it jumps from higher to lower level, energy is emitted. ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുകയാണെങ്കിൽ എനർജി അബ്സോർബ് ആവുകയാണ്. ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് വരികയാണെങ്കിൽ എനർജി എമിറ്റ് ചെയ്താണ് വരുന്നത്. ഓക്കെ, ദി എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ്ഡ് ഓർ ഇവോൾവ്ഡ് ഇസ് ഈക്വൽ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ലെവൽ. അപ്പോൾ എമിറ്റഡ് അല്ലെങ്കിൽ അബ്സോർബ്ഡ് ആവുന്ന ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറയുന്നത് രണ്ട് ലെവലിലെയും എനർജിയിൽ വരുന്ന ഡിഫറൻസ് ആണ്. ഇലക്ട്രോൺ എമിറ്റ് ആവുന്ന എമൗണ്ട് എത്രയാണ് അല്ലെങ്കിൽ അബ്സോർബ്ഡ് ആവുന്ന എമൗണ്ട് എത്രയാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു E2 - E1. ഇനി അടുത്തത് ബോർ ആറ്റം മോഡലിൻ്റെ മെറിറ്റ്. മാർച്ച് 2018 ചോദിച്ചതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് അയാളുടെ മെറിറ്റ്? റൂദർഫോർഡിന് പറ്റാത്ത കാര്യങ്ങൾ, അതായത് ആദ്യത്തെ 2 പോയിന്റ് അതാണ് ഡിനോട്ട് ചെയ്യണത്. ഹി കുഡ് എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ഓഫ് എൻ ആറ്റം. റൂദർഫോർഡിന് അത് കഴിഞ്ഞിരുന്നില്ല, അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, വീണ്ടും ജസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി. ഹി കുഡ് എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ഓഫ് എൻ ആറ്റം. രണ്ടാമത്തെ, ഹി കുഡ് എക്സ്പ്ലെയിൻ ദ അറ്റോമിക് സ്പെക്ട്ര ആസ് ലൈൻ സ്പെക്ട്ര. മൂന്നാമത്തെ, ഹി കുഡ് എക്സ്പ്ലെയിൻ ദ സൈമിൾട്ടേനിയസ് അപ്പിയറൻസ് ഓഫ് എ നമ്പർ ഓഫ് ലൈൻസ് ഇൻ ദ ഹൈഡ്രജൻ സ്പെക്ട്ര. നാലാമത്തെ, ഹി ഡിറൈവ്ഡ് എൻ എക്സ്പ്രഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് ദ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ എനി ലെവൽ. En is equal to -2 pi square me raised to 4 z square by n square h square. ഇവിടെ മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ആൾക്ക് എന്താ പറയുക, ഹൈഡ്രജൻ സ്പെക്ട്രയിൽ കുറേ നമ്പർ ഓഫ് ലൈൻസ് എന്തുകൊണ്ടാണ് സൈമിൾട്ടേനിയസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കണതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു. നാലാമത് ആൾ ഏതൊരു ലെവലിലെയും ഇലക്ട്രോണിൻ്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തെടുത്തു. അതാണിത്. ഇത് കാണുമ്പോൾ പേടിക്കേണ്ട, ഇത് ഈ എക്സ്പ്രഷൻ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പഠിക്കേണ്ട എക്സ്പ്രഷൻസ് ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഇതിലുള്ള ടേംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇ എന്ന് പറഞ്ഞാൽ അറിയാലോ, എനർജിയാണ്. 2π ഒക്കെ ഒരു കോൺസ്റ്റൻസ് ആണ്. എം എന്ന് പറയുന്നത് മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. ഇ എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജാണ്. സെഡ് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ ആണ്. എൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ലെവൽ അല്ലെങ്കിൽ മെയിൻ ഷെൽ ഇൻ വിച്ച് ആൻ ഇലക്ട്രോൺ ഇസ് പ്രസൻറ്റ്. എച്ച് എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒരു കോൺസ്റ്റൻ്റ് ആണ്. മാസ് ആയാലും ചാർജ് ആയാലും അറ്റോമിക് നമ്പർ ആയാലും പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആയാലും എല്ലാം ഒരു കോൺസ്റ്റൻ്റ് അല്ലേ. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് എന്ത് എഴുതാം? En is equal to -1312/n² കിലോ ജൂൾ പെർ മോൾ. അല്ലെങ്കിൽ En is equal to -2.18 × 10⁻⁸ ജൂൾ പെർ ATM. അല്ലെങ്കിൽ En is equal to -136/n² ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റം. ഓക്കെ, ഇത് നിങ്ങൾ എപ്പോഴൊക്കെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻസിൽ ഏതൊക്കെ യൂണിറ്റ് ആണ് തന്നേണേ അതിനനുസരിച്ചിട്ട് വേണം ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യാൻ. കിലോ ജൂൾ പെർ മോള് റിലേറ്റഡ് ആയിട്ട് വല്ല ക്വസ്റ്റ്യൻസിൽ വല്ല ഇതും യൂണിറ്റ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അപ്പം ഇത് യൂസ് ചെയ്യുക. ജൂളായിട്ടുള്ളതാണ് വല്ല തന്നേണെങ്കിൽ ഇത് യൂസ് ചെയ്യുക. ഇലക്ട്രോൺ വോൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് വല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ഇക്വേഷൻസ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഈ 3 എണ്ണമാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ക്വസ്റ്റ്യൻസ് അനുസരിച്ച് യൂസ് ചെയ്യുക. ഇത് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇനി അടുത്തത് ബോർ ആറ്റം മോഡലിലെ ഡീമെറിറ്റ് ആണ്. മാർച്ച് 2018 ചോദിച്ച ചോദ്യമാണ്. ഹി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ സ്പെക്ട്ര ഓഫ് മൾട്ടി ഇലക്ട്രോൺ ആറ്റംസ്. മൾട്ടി ഇലക്ട്രോൺ ആറ്റംസിൻ്റെ സ്പെക്ട്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഹി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ സീമൻ ഇഫക്റ്റ് ആൻഡ് സ്റ്റാർക്ക് ഇഫക്റ്റ്. സീമൻ ഇഫക്റ്റും സ്റ്റാർക്ക് ഇഫക്റ്റും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഈ സീമൻ ഇഫക്റ്റും സ്റ്റാർക്ക് ഇഫക്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാനില്ല. ഓക്കെ, മൂന്നാമത് ഹി കുഡ് നോട്ട് അഗ്രി വിത്ത് De-Broglie's ഐഡിയ ഓഫ് ഡ്യുവൽ നേച്ചർ ഓഫ് ഇലക്ട്രോൺ. De-Broglieയുടെ ഡ്യുവൽ നേച്ചർ ഓഫ് ഇലക്ട്രോൺ എന്നുള്ള ഒരു ഐഡിയ ആയിട്ട് എഗ്രി ചെയ്യാൻ പറ്റിയില്ല. ഇത് നമുക്ക് പഠിക്കാണ്ട്. De-Broglie's ഐഡിയ ഓഫ് ഡ്യുവൽ നേച്ചർ അത് നമുക്ക് പഠിക്കാണ്ട്. പിന്നെ നാലാമത് ഹി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഹൈസൻബർഗ് എന്നാണ് കേട്ടോ, ഹൈസൻ അല്ല, ഹൈസൻബർഗ്. ഇനി സെപ്റ്റംബർ 2010 ചോദിച്ച ചോദ്യമാണ്. ഹൗ ഡിഡ് നീൽ ബോർ ഓവർകം ദി ഡിഫക്ട്സ് ഇൻ റൂദർഫോർഡ്സ് ആറ്റം മോഡൽ. റൂദർഫോർഡിൻ്റെ ആറ്റം മോഡലിലുള്ള ഡിഫക്ട്സ് എങ്ങനെയാണ് നീൽ ബോർ എന്ന് പറഞ്ഞാൽ ബോർ തന്നെ ബോർ ഓവർകെയിം ചെയ്തത്. ബോർ ഓവർകെയിം ബൈ അസൈനിങ് ഫിക്സ്ഡ് സർക്കുലർ പാർട്സ് ഫോർ ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിന് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള സർക്കുലർ പാർട്സ് അസൈൻ ചെയ്തിട്ടാണ് ബോർ റൂദർഫോർഡ് ആറ്റം മോഡലിലുള്ള ഡിഫക്ട്സ് ഓവർകെയിം ചെയ്തത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ എഴുതാണ്? എങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഇങ്ങനെ എഴുതണം കേട്ടോ. ഇനി
ഇനി നമ്മൾ പറഞ്ഞത് De-Broglie's idea of dual nature. Einstein showed that light has dual nature. ഐൻസ്റ്റീൻ പറഞ്ഞു ലൈറ്റിന് ഡ്യുവൽ നേച്ചർ ഉണ്ടെന്ന്, ഡ്യുവൽ ക്യാരക്ടർ ഉണ്ടെന്ന്. അപ്പോൾ അക്കോർഡിംഗ് ടു De-Broglie, നോട്ട് ഓൺലി ലൈറ്റ്, ഓൾ അതർ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് മൂവിങ് എക്സിബിറ്റ് ഡ്യുവൽ നേച്ചർ, ബോത്ത് പാർട്ടിക്കിൾ നേച്ചർ ആൻഡ് വേവ് നേച്ചർ. അപ്പോൾ ഐൻസ്റ്റീൻ പറഞ്ഞു ലൈറ്റിന് ഡ്യുവൽ നേച്ചർ, ഡ്യുവൽ ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ De-Broglie പറയാണ് ലൈറ്റിന് മാത്രമല്ല ഉള്ളത്, എല്ലാ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസിന് ഡ്യുവൽ നേച്ചർ കാണിക്കാൻ പറ്റും. ഡ്യുവൽ നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും. ഇനി വേവ് ലെങ്ത്തും മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻ, അത് എന്തായാലും ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഡിറൈവ് ചെയ്യാനും പറയാം. അക്കോർഡിംഗ് ടു ഐൻസ്റ്റീൻസ് എനർജി മാസ് റിലേഷൻഷിപ്പ് E is equal to mc സ്ക്വയർ. ഐൻസ്റ്റീൻ്റെ എനർജി മാസ് റിലേഷൻ വെച്ചിട്ട് നമുക്കറിയാം, ഫേമസ് ആയിട്ടുള്ളതാണ് അല്ലേ, E is equal to mc സ്ക്വയർ. അത് ഫസ്റ്റ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി E is equal to h nu. ന്യൂന് എന്താ നമുക്ക് ഏതാന്ന് പറഞ്ഞു, അതായത് ഫ്രീക്വൻസിയും വെലോസിറ്റിയും വേവ് ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ന്യൂ is equal to c by lambda. അപ്പോൾ E is equal to h c by lambda എന്ന് എഴുതാം. ഇനി ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? mc സ്ക്വയർ. രണ്ട് സൈഡിലും ലെഫ്റ്റ് സൈഡ് എനർജിയാണ്. അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡുകൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ mc സ്ക്വയർ ഈക്വൽ ടു h c by lambda എന്ന് കിട്ടും. mc ക്യാൻസലായി, അപ്പോൾ mc is equal to h by lambda എന്ന് കിട്ടി. അല്ലെങ്കിൽ lambda is equal to h by mv, എങ്ങനെ വേണമെങ്കിലും എഴുതാം. lambda is equal to h by p, mv is equal to h by lambda, p is equal to h by lambda. mv എന്ന് പറഞ്ഞാൽ എന്താ? മൊമെൻറ്റം is equal to മാസിൻ്റെ വെലോസിറ്റി അല്ലേ. p is equal to mv അല്ലേ. അപ്പോൾ mvക്ക് പകരം p എന്ന് എഴുതാം. ഇപ്പോൾ മൊമെൻ്റ് ആണ് തന്നെങ്കിൽ p equal to h by lambda യൂസ് ചെയ്യുക. അല്ല മാസും വെലോസിറ്റിയാണ് തന്നെങ്കിൽ mv is equal to h by lambda. ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ ഒരു ഇക്വേഷൻ മാറ്റിക്കൊണ്ടിരിക്കാം. ഇതിൽ ഞാൻ നിങ്ങളീ ഭയം c എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്, മാസ് m എന്ന് പറയുന്നത് മാസാണ്, h എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള 6.626 × 10⁻34 ജൂൾ സെക്കൻഡ് അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ സെക്കൻഡ് -1. ഓക്കെ. ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ആണ്. ഇനി ഈ സീന് നമുക്ക് ഈ ലൈറ്റ്, ഓക്കെ, വെലോസിറ്റി ഓഫ് ലൈറ്റ് നമുക്ക് വേണമെങ്കിൽ v വെലോസിറ്റി ഓഫ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളായിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോഴാണ് നമുക്ക് ഈ ഇക്വേഷൻസ് കിട്ടുക. ഇത് എല്ലാ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനും അപ്ലൈ ചെയ്യാം. ഓക്കെ. ഇനി നോട്ട് ചെയ്യേണ്ട കാര്യം, De-Broglie's idea of dual nature is valid only for microscopic particles in the expression lambda is equal to h by mv. Lambda is equal to h by mv എന്ന് പറയുന്നത് ഇക്വേഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷൻ വാലിഡ് ആവുന്നത് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിന് മാത്രമാണ്. ഈ ഒരു പോയിൻറ്റ്സ് മനസ്സിലാക്കി വെക്കണം. കാരണം നിങ്ങൾക്ക് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ട് കുറേ ഓപ്ഷൻസ് തരാം. അപ്പോൾ അതിന് മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനത്തെ നോട്ട്സുകളൊക്കെ അറിഞ്ഞിരിക്കണം. For lambda to be measured, it should possess a minimum value. ലാംഡേനെ മെഷർ ചെയ്യണമെങ്കിൽ അതിനൊരു മിനിമം വാല്യൂ വേണം. When the mass of the particle is very small, lambda will be large enough to be measured. മാസ് വളരെ ചെറുതാകുമ്പോൾ, ഡിനോമിനേറ്റർ ചെറുതാകുമ്പോൾ എന്തായാലും എന്താണ് നമ്മുടെ റേഷ്യോ അല്ലെങ്കിൽ എന്താണ് വാല്യൂ എന്ന് വെച്ചാൽ അത് വലുതാവും അല്ലേ. അപ്പോൾ മാസ് ഇവിടെ ചെറുതാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാംഡ വളരെ വലുതായിരിക്കും. ഓക്കെ, അതാണ് പറയുന്നത്. ഇനി അടുത്തത് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ് ദ ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചിട്ടുണ്ട്, മാർച്ച് 2012. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ സൈമൾട്ടേനിയസ്ലി ആൻഡ് പ്രിസൈസ്ലി ബോത്ത് ദ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് എ മൂവിങ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോൺ. അതായത് മൂവിങ് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിളാണ് ഇലക്ട്രോൺ അല്ലേ. അതിൻ്റെ പൊസിഷനും മൊമെൻറ്റവും സൈമൾട്ടേനിയസ് ആയിട്ടും പ്രിസൈസ് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നാണ് ഹൈസൻബർഗ് പറയുന്നത്. ഹൈസൻബർഗിന് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വഴി പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വയ്ക്കാം. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ മാർച്ച് 2017 ചോദിച്ചിട്ടുള്ളതാണ്. റൈറ്റ് ദ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h by 4π അല്ലെങ്കിൽ ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h by 4π. ഇത് എന്തുകൊണ്ടാണ്? ഡെൽറ്റ ബി കൊടുത്ത എമ്മിനും ഡെൽറ്റ കൊടുക്കായിരുന്നില്ലേ, മാസ് ഒരിക്കലും ചേഞ്ച് ആവില്ല. ഓക്കെ, അതുകൊണ്ടാണ്. ഡെൽറ്റ എക്സ് ഈക്വൽ ടു ചേഞ്ച് അല്ലെങ്കിൽ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ, എം ഡെൽറ്റ ബി അല്ലെങ്കിൽ ഡെൽറ്റ പി എന്ന് പറയുന്നത് ചേഞ്ച് അല്ലെങ്കിൽ അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം, എച്ച് എന്ന് പറയുന്നത് ഒരു പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജൂലൈ 2019 ചോദിച്ചതാണ് പ്രീവിയസ് ഇയറിൽ. വാട്ട് ഈസ് ദ മിനിമം വാല്യൂ ഓഫ് ദെയർ പ്രൊഡക്റ്റ് എന്ന് ചോദിച്ചിട്ട്, അതായത് ഡെൽറ്റ എക്സിൻ്റെ എം ഡെൽറ്റ ബിയുടെ മിനിമം വാല്യൂ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് h by 4π. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എക്സ് കൂടുകയാണെങ്കിൽ ഡെൽറ്റ പി കുറയും, ഡെൽറ്റ പി കൂടുകയാണെങ്കിൽ ഡെൽറ്റ എക്സ് കുറയും. അങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഇക്വേഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഈക്വൽ ടു h by 4π. അപ്പോൾ ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്.
കോൺസ്റ്റൻറ്റ് ബൈ ഡെൽറ്റ പി എന്നാണ് ഡെൽറ്റ എക്സ് വരിക. അപ്പം അങ്ങനെ വരുമ്പോൾ ഡിനോമിനേറ്ററിലുള്ളൊരു സാധനം കുറഞ്ഞാൽ അതിൻ്റെ വാല്യൂ കൂടും. അങ്ങനെയാണല്ലോ. അത് അത്രയേ ഉള്ളൂ മനസ്സിലാക്കാൻ. ഇനി ഒരു നോട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട്. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഇസ് വാലിഡ് ഓർ സിഗ്നിഫിക്കൻറ്റ് ഓൺലി ഫോർ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ്. മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസിന് മാത്രമേ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വാലിഡ് ആയിട്ടുള്ളൂ. When a photon hits a microscopic particle like electron, there is a considerable change in its position and momentum. ഒരു ഫോട്ടോൺ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ആയിട്ടുള്ള ഇലക്ട്രോണെ ഹിറ്റ് ചെയ്യുമ്പോൾ അവിടെ അതിൻ്റെ പൊസിഷനിലും മൊമെൻ്റത്തിലും ധാരാളം നമുക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ ചേഞ്ച് വരും. അതാണ് കൺസിഡറബിൾ ചേഞ്ച് എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൺസിഡറബിൾ ആയിട്ടുള്ളൊരു ചേഞ്ച് വരും. എപ്പോൾ ഒരു ഫോട്ടോൺ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ആയിട്ടുള്ള ഇലക്ട്രോണിനെ, വെറും ഒരു പാർട്ടിക്കിളല്ല, അത് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ആയിട്ടുള്ള ഇലക്ട്രോണിനെയാണ് ഹിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പൊസിഷനിലും മൊമെൻ്റത്തിലും ചേഞ്ച് വരും. Hence, these two factors cannot be determined precisely and simultaneously. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഫാക്ടേഴ്സും, അതായത് പൊസിഷനും മൊമെൻറ്റും നമുക്ക് പ്രിസൈസ് ആയിട്ടോ സൈമിൾട്ടേനിയസ് ആയിട്ടോ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അൺസർട്ടൻ പ്രിൻസിപ്പിൾ, ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൽ ഇങ്ങനെ പറയുന്നത്. Therefore, uncertainty principle is valid only for മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ്. അതുകൊണ്ട് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിന് മാത്രം വാലിഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. റൈറ്റ് വൺ ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻസ് ഓഫ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. മാർച്ച് 2017 ചോദിച്ചതാണ് കേട്ടോ. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് പറയാം. This principle rules out the existence of definite paths or orbits for electrons. ഇലക്ട്രോൺസിന് ഒരു ഡെഫിനിറ്റ് പാത്ത് അല്ലെങ്കിൽ ഓർബിറ്റ് ഉണ്ട്, ആ ഒരു എക്സിസ്റ്റൻസിനെ ഇത് മറികടക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്. ഇത് പഠിച്ചു വയ്ക്കാം. മാർച്ച് 2017 വന്നതാണ്. ഇനിയും റിപ്പീറ്റ് ചെയ്യാം. ഇനി അടുത്തത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ, ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. ഓക്കെ, ഷ്രോഡിഞ്ചർ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്വാണ്ടം നമ്പേഴ്സ് വന്നേണത്. ബൈ ടേക്കിംഗ് ഡി-ബ്രോഗ്ലീസ് ഐഡിയ ഓഫ് ഡ്യുവൽ നേച്ചർ ആൻഡ് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഡി-ബ്രോഗ്ലിയുടെ ഡ്യുവൽ നേച്ചർ എന്നുള്ള ഐഡിയയും ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും കൂടിയിട്ടാണ് ഷ്രോഡിഞ്ചർ ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തത്. എന്തിനാണ് ആ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തത്? വെറുതെ ആരും ഒന്നും ചെയ്യില്ല. ആൾ ഡെവലപ്പ് ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ ആറ്റത്തിൻ്റെ ബിഹേവിയർ എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ആൾ ഡി-ബ്രോഗ്ലിയുടെ ഐഡിയ ആയ ഡ്യുവൽ നേച്ചറും ഹൈസൻബർഗിൻ്റെ ഐഡിയ ആയ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും കൂടിയെടുത്ത് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. അതിനെയാണ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയാം. ഇക്വേഷൻ ഇതാണ്: d² psi by dx square plus d² psi by dy square plus d² psi by dx square plus 8y square m by h square into e minus v psi equal to 0. ഇക്വേഷൻ കണ്ടിട്ട് പേടിക്കേണ്ട, ഈ ഇക്വേഷൻ നമുക്ക് പഠിക്കാനുള്ള ഇക്വേഷൻ ഞാൻ ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പ് ഇതിൻ്റെ ടേംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ സൈ എന്ന് പറഞ്ഞു, ഈ സിമ്പലിനെയാണ് സൈ എന്ന് പറയുക. ഓക്കെ, സൈ, അതിനങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക. അതെന്ന് പറഞ്ഞാൽ ഓർബിറ്റൽ വേവ് ഫംഗ്ഷനാണ്. ഇനി ഈ XYZ ഇതൊക്കെ സെക്കൻഡ് ഡെറിവേറ്റീവ്സ് ആട്ടോ. d² എന്ന് പറയുന്നതൊക്കെ സെക്കൻഡ് ഡെറിവേറ്റീവാണ്. മാത്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ XYZ എന്നൊക്കെ പറയുന്നത് 3 കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിനാണ് ഡിനോട്ട് ചെയ്യുന്നത്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ഇതൊക്കെ പഠിക്കാനുണ്ട് എന്തായാലും മാത്സിൽ. ഓക്കെ, +2ലും +1ലൊക്കെ, +1ൽ കുറച്ചുണ്ടാവുള്ളൂ, ബട്ട് കൂടുതലും +2ലാണ് നിങ്ങൾക്ക് ഉണ്ടാവുക XYZ ഒക്കെ. ഓക്കെ, കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സും പിന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഒക്കെ +2 മാത്സിലാണ് ഉണ്ടാവുക. അപ്പോൾ അതങ്ങനെ ഇപ്പോൾ നിങ്ങൾ അതിൽ ശ്രദ്ധ കൊടുക്കേണ്ട. ജസ്റ്റ് ഇതാണ് ഇക്വേഷൻ എന്ന് അറിഞ്ഞിരിക്കുക. പക്ഷേ ഈ ഇക്വേഷൻ അല്ല നമുക്ക് പഠിക്കാനുള്ളത്, നമുക്ക് വേറെ ഇക്വേഷൻ പഠിക്കാനുള്ളത്. d² psi by dx square, d² psi by dy square, d² psi by dz square എന്നൊക്കെ പറയുന്നത് പാർഷ്യൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് ഓഫ് സൈ വിത്ത് റെസ്പെക്ട് ടു XYZ കോർഡിനേറ്റ്. m എന്ന് പറയുന്നത് മാസ്സാണ് ഇലക്ട്രോണിൻ്റെ, h എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, e എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി, ഇലക്ട്രോണിൻ്റെ ടോട്ടൽ എനർജി, v എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. ഇനി നമുക്ക് ഇതിൽ കുറച്ച് പോയിന്റ്സ് പഠിക്കാനുണ്ട്. When we solve this equation, we get a number of solutions. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ സൊല്യൂഷൻ കിട്ടും. Out of that several solutions, only certain solutions are permissible, which are known as eigen function or eigen value. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ കുറേ സൊല്യൂഷൻസ് കിട്ടും. പക്ഷേ ആ കുറേ സൊല്യൂഷൻസിൽ നിന്ന് ചില സൊല്യൂഷൻസ് മാത്രമേ പെർമിറ്റ് ചെയ്യുള്ളൂ. അതിനെയാണ് പറയുക ഈഗൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈഗൻ വാല്യൂ എന്ന്.
ഇനി അടുത്ത പോയിന്റ്, ഈച്ച് ഓഫ് ദീസ് അലൗഡ് വാല്യൂ ഗിവ്സ് എ റീജിയൻ ഇൻ സ്പേസ് where there is maximum probability of finding an electron. This is called an orbital. Orbital is the region in space around the nucleus where there is maximum probability of finding an electron. അപ്പോൾ ഓരോരുത്തരെയും ഒരു പെർട്ടിക്കുലർ റീജിയനിൽ അലൗ ചെയ്തിട്ടുണ്ട്. ആ റീജിയൻ എന്ന് പറയുന്നത് നമുക്ക് ഇലക്ട്രോണിനെ കാണാൻ സാധ്യത കൂടുതലുള്ള റീജിയൻസ് ആണ്. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് ഓർബിറ്റൽ. അപ്പോൾ ഷോർട്ടാക്കിയിട്ട് ഓർബിറ്റൽ എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയാം? ഓർബിറ്റൽ എന്ന് പറയുന്നത് ഒരു റീജിയൻ ആണ്, സ്പേസിൽ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള സ്പേസിലുള്ള ഒരു റീജിയൻ ആണ് ഓർബിറ്റൽ. അവിടെ നമുക്ക് ഇലക്ട്രോണിനെ കണ്ടുപിടിക്കാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. സോ ഓർബിറ്റൽ ഇസ് എ റീജിയൻ ഇൻ സ്പേസ് അറൗണ്ട് ദ ന്യൂക്ലിയസ് where there is maximum probability of finding an electron. ഓക്കെ, ഇനി ഈ ഇക്വേഷനാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ can also be written as h cap psi equal to e psi. h cap എന്ന് പറയുന്നത് ഈ മേലേക്കുള്ള ആരോ എന്ന് പറയുന്നത് ക്യാപ്പ് എന്നാണ് കേട്ടോ പറയാം. അതെന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്ററാണ്, ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്ന് പറയും. സൈ നമ്മളിപ്പോൾ പറഞ്ഞു ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ, ഇ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി ഇലക്ട്രോണിൻ്റെ. ഇനി ഓർബിറ്റിൻ്റെയും ഓർബിറ്റലിൻ്റെയും ഡിഫറൻസസ് ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന്. ഓർബിറ്റും ഓർബിറ്റലും. ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ സർക്കുലർ പാത്ത് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ വിച്ച് ദ ഇലക്ട്രോൺ റിവോൾവ്. ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന് ചുറ്റിനുള്ള സർക്കുലർ പാത്താണ്. ആ പാത്തിലാണ് ഇലക്ട്രോൺ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഓർബിറ്റൽ എന്ന് പറഞ്ഞാലോ റീജിയൻ ഇൻ സ്പേസ് അറൗണ്ട് ദ ന്യൂക്ലിയസ് where the probability of finding an electron is maximum. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള സ്പേസിലെ ഒരു റീജിയനാണ്, അവിടെ ഇലക്ട്രോണിനെ കണ്ടുപിടിക്കാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലായിരിക്കും. ഇനി ഓർബിറ്റിൻ്റെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ മൂവ്മെൻറ്റ് ഓഫ് 2-dimensional മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺ ഇൻ എ പ്ലെയിൻ. 2-dimensional മൂവ്മെൻ്റ് ആണ് ഇവിടെ 3-dimensional മൂവ്മെൻ്റ് ആണ് ഇലക്ട്രോണിൻ്റെ 3-dimensional മൂവ്മെൻറ്റ്. ഇവിടെ 2-dimensional ആണെങ്കിൽ ഇവിടെ 3-dimensional. ഇത് ഓർബിറ്റിലാണ്, ഇത് ഓർബിറ്റാണ്. ഇനി ഇവിടെ സർക്കുലർ ഷേപ്പിലാണ് ഉണ്ടാവുക. ഇവിടെ കുറേ ഡിഫറെൻറ്റ് ഷേപ്സ് ഉണ്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ ഡയറക്ഷണൽ ക്യാരക്ടേഴ്സ് ഒന്നുമില്ല. ഇവിടെ എസ് ഓർബിറ്റൽ ഒഴിച്ച് ബാക്കി എല്ലാ ഓർബിറ്റൽസിനും ഡയറക്ഷണൽ ക്യാരക്ടർ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ട്. അത് നമ്മൾ ഇനി അടുത്ത വീഡിയോയിലായിരിക്കും ഇടുക. ടിൽ ദെൻ, താങ്ക് യു.